ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും, ഈ ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തന്മാർക്കും, അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ച് ശ്രീമദ് ഭാഗവതത്തിൻ്റെ 3ാമത്തെ ചാപ്റ്ററിലാണ് എത്തി നിൽക്കുന്നത്, 1ാമത്തെ ക്യാൻറ്റോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് സൂത ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗ്ലോറീസ് പറയുന്നതാണ്. നമ്മൾ കേട്ടു 40ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് 1ാമത്തെ ചാപ്റ്റർ, 1ാമത്തെ ക്യാൻറ്റോ 3ാമത്തെ ചാപ്റ്ററിലെ 40ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. എന്താണ് 6ാമത്തെ ചോദ്യം? അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന്, ഭൗമ വൃന്ദാവനത്തിൽ നിന്ന് തൻ്റെ ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയതിനു ശേഷം എവിടെയാണ് ധർമ്മവും ജ്ഞാനവും ഒക്കെ ഷെൽട്ടർ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആശ്രയം എടുത്തിരിക്കുന്നത് ഭഗവാൻ പോയതിനു ശേഷം? അതിൻ്റെ ഉത്തരമാണ് 6ാമത്തെ ചോദ്യം. ആരുടെ? ശൗനകാദി ഋഷിമാരുടെ 6ാമത്തെ ചോദ്യം. ആ 6ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അപ്പോൾ ശൗനകാദി ഋഷികൾക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങുകയാണ്. ഇനിയുള്ള 4 ശ്ലോകങ്ങൾ ഈ ഭാഗത്തെ, അതായത് ഈ 3ാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ 4 ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഗ്ലോറീസാണ്. നമ്മൾ ഒരു ശ്ലോകം കണ്ടു. എന്താണ്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ബ്രഹ്മസംഹിതം ഉത്തമ ശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി നിശ്രേയസായ ലോകായ ധന്യം സ്വസ്ത്യയനം മഹത്. ഇങ്ങനെ എന്താണ് അത്രയും ക്വാളിറ്റീസ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ 41ാമത്തെ ശ്ലോകവും കണ്ടു. അവിടെ എന്താണ് പറഞ്ഞത്? ശ്രീല വ്യാസദേവൻ ഈ ഒരു സ്ക്രിപ്ചറിനെ, അല്ലെങ്കിൽ ഈ ഒരു ശ്രീമദ് ഭാഗവതത്തിനെ ക്രീം ഓഫ് സ്ക്രിപ്ചറാണ്. അതായത് എല്ലാത്തിൻ്റെയും സാരം സമുദ്രതം എന്നാണ് പറഞ്ഞത്. എല്ലാത്തിൻ്റെയും സാരം എന്നാണ് പറഞ്ഞത്. അത് ആർക്കാണ് പറഞ്ഞു കൊടുത്തത്? സ്വന്തം പുത്രനായ ശുകദേവ ഗോസ്വാമി. ഈ സ്വന്തം പുത്രൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ അച്ഛൻ്റെ കയ്യിൽ നിന്നും നോർമലി അത് സ്വീകരിക്കാൻ പുത്രന് ഒരു അവകാശം ഉള്ളതുപോലെ പറഞ്ഞു കൊടുത്തതല്ല. ശുകദേവ ഗോസ്വാമി ആരാണ്? ആത്മവതാം വരം ആയതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത് എന്ന് നമ്മൾ കണ്ടു. ഇനി ശുകദേവ ഗോസ്വാമി അത് ആർക്ക് പറഞ്ഞു കൊടുത്തു? പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. എവിടെ? ഗംഗയുടെ തീരത്ത് ഇരുന്ന് മരണത്തെ വരവേൽക്കാൻ വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിശ്രമിച്ചുകൊണ്ടിരുന്ന പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തു. അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പരീക്ഷിത് മഹാരാജാവ് ഭക്ഷണം കഴിക്കാതെ, അതായത് ഉപവസിക്കുന്നു. ഏതുവരെ? മരണം വരെ ഉപവസിക്കുന്നു. നമ്മളൊക്കെ മരണം വരെ ഉപവസിക്കുന്നു എന്ന് കേൾക്കുന്നത് രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൂത ഗോസ്വാമി ആ പരീക്ഷിത് മഹാരാജാവ് മരണം വരെ ഉപവസിക്കാൻ കാരണം എന്താണ്? അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ, അല്ലെങ്കിൽ പരമമായിട്ടുള്ള ലക്ഷ്യം എന്നതാണെന്ന് ചോദിച്ചു. എന്ത്? ശുകദേവ ഗോസ്വാമിയോട് പരീക്ഷിത് മഹാരാജാവ്. കാരണം എന്താണ്? ആ മരണത്തെ അക്സെപ്റ്റ് ചെയ്തു. യൗവനാവസ്ഥയിലും ആ ബ്രാഹ്മണകുമാരൻ നൽകിയ ശാപത്തെ തിരികെ ശപിക്കാം എന്നുള്ള ഒരു കഴിവ് ഉണ്ടായിട്ടും കൂടി അതങ്ങനെ ചെയ്യാതെ എന്തിനാണ് അത് അക്സെപ്റ്റ് ചെയ്തത്? അത് ഈശ്വരന്റെ നിശ്ചയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ പരീക്ഷിത് മഹാരാജാവ് എല്ലാ ആസക്തിയും വിട്ട് തൻ്റെ ഒരേ ഒരു ലക്ഷ്യം, അവസാന സമയത്ത് എന്താണ് മനുഷ്യർക്ക് ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുന്നതിന് ശുകദേവ ഗോസ്വാമി മറുപടി പറയുന്നത് ഭാഗവതമാണ്. അപ്പോൾ ഈ ഭാഗവത പുരാണത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. വളരെ മനോഹരമായിട്ടുള്ള 43ാമത്തെ ശ്ലോകം. 43ാമത്തെ ശ്ലോകം എന്ന് പറയുന്നതാണ് നമ്മളുടെ 6ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പം നമുക്ക് 43ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം അതിനു മുമ്പ് നമ്മൾ ചെറിയൊരു കീർത്തനം ചെയ്യാൻ മറന്നുപോയി. കാരണം എന്താണ്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെയും ഭഗവാന്റെയും കാരുണ്യം വേണം, ശ്രീല പ്രഭുപാദരുടെ കാരുണ്യം വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു 43ാമത്തെ ശ്ലോകത്തിലേക്ക്, ഭാഗവതത്തിനെ മനോഹരമായിട്ട് ഭാഗവതം തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ശ്ലോകത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കാം.
പ്രഭുപാദിനെയും സ്മരിക്കാം. ജയ രാധമാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ രാധമാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഈ മാസത്തിൻ്റെ മഹത്വം എല്ലാവർക്കും ഇന്നലെ ക്ലാസ് എടുത്ത ആൾക്കാർ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. കാരണം ശ്രീമദ് ഭാഗവതം 18 പുരാണങ്ങളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ അമലമായിട്ടുള്ള പുരാണമാണ്. ഈ ദാമോദര മാസം, കാർത്തിക മാസം, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഹ്ലാദിനി ശക്തിയായ രാധാറാണി അധിഷ്ഠാത്രി ദേവിയായിട്ട് വർത്തിക്കുന്ന ഈ ദാമോദര മാസം, കാർത്തിക മാസം എന്ന് പറയുന്നത് എന്ത് ചെറുതായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്താലും അതിനെ 1000 കണക്കിന് മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ വിപുലീകരിക്കുന്ന തരത്തിലുള്ള ഫലം തരുന്ന മാസമാണ്. അപ്പോൾ അതിൽ ഒരു പുരാണത്തിൽ ഇങ്ങനെ പറയുന്നു, എന്താണ് 18 പുരാണങ്ങളും വായിക്കുന്നതിൻ്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഫലം എന്തുകൊണ്ട് വരും? ദാമോദര മാസത്തിൽ ഭാഗവത പാരായണം നടത്തുന്നത് കൊണ്ട് വരും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ദാമോദര മാസത്തിൽ ഭാഗവത പാരായണം നടത്തുക മാത്രമല്ല ചെയ്യുന്നത്. നോക്കൂ, ഈ 43-ാമത്തെ ശ്ലോകത്തിൽ ഭാഗവതം തന്നെ, ഭാഗവതത്തെ എങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്ലോറിഫൈ ചെയ്യുന്നത് എന്ന് കേൾക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ശ്ലോകം വായിക്കാം. 43, അധ്യായം 3, ക്യാൻറ്റോ 1. കൃഷ്ണേ സ്വധാമോ ഉപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ കലൗ നഷ്ടദൃശാം യേഷ പുരാണാർക്കോ അധുനോദിതാ. കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിഃ സഹ കലൗ നഷ്ടദൃശാമേഷ പുരാണാർക്കോധുനോതിതഃ. കൃഷ്ണേ സ്വധാമോപഗതേ
ധർമ്മജ്ഞാനാദിഭിः സഹ കലൗ നഷ്ടദൃശാം ഏഷ പുരാണാർക്കാധുനോതിതഃ. കൃഷ്ണേ, നമ്മളിപ്പോൾ പറയുന്ന ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചാണ് എന്ത് പറഞ്ഞത്? കഴിഞ്ഞ 35 മുതൽ 39 വരെയുള്ള ശ്ലോകത്തിൽ ഭഗവാനെ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശുകദേവ ഗോസ്വാമിയോട് ശൗനകാദി ഋഷിമാർ അവസാനം ചോദിച്ചു, ശ്രീകൃഷ്ണ ഭഗവാൻ തിരികെ ഭൗതിക വൃന്ദാവനത്തിൽ, അല്ലെങ്കിൽ ഭൗമ വൃന്ദാവനത്തിൽ നിന്നും സ്വന്തം ഗോലോക വൃന്ദാവനത്തിലേക്ക് തൻ്റെ പരിവാരങ്ങളോടുകൂടി എല്ലാം തിരികെ പോയി. അതിനുശേഷമാണല്ലോ പരീക്ഷിത് മഹാരാജാവിന് ആരുപദേശിച്ചു കൊടുക്കുന്നത്? ശ്രീമദ് ഭാഗവതം ശുകദേവ് ഗോസ്വാമി ഉപദേശിച്ചു കൊടുക്കുന്നത് കലിയുഗത്തിൻ്റെ തുടക്കത്തിൽ. അതിനുശേഷമാണല്ലോ ശൗനകാദി ഋഷികൾക്ക് ആ സദസ്സിലുണ്ടായിരുന്നവരിൽ ഒരാളായിരുന്ന സൂത ഗോസ്വാമി ഇത് ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ. അപ്പോൾ കൃഷ്ണൻ ഓൾറെഡി പോയി എന്നുള്ള കാര്യം ആർക്കറിയാം? ശൗനകാദി ഋഷികൾക്കറിയാം. അപ്പോൾ പറയുകയാണ്, കൃഷ്ണൻ സ്വധാമോ ഉപഗത്തെ. നോക്കൂ, എല്ലാ വാക്കുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സ്വധാമോ ഉപഗത്തെ, ഉപഗത പോയി അല്ലേ, അതായത് മടങ്ങിച്ചെന്നു. എങ്ങോട്ട് മടങ്ങിച്ചെന്നു? സ്വധാമ, സ്വന്തം ധാമം. കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തുവെന്നോ, കൃഷ്ണൻ മരണപ്പെട്ടുവെന്നോ, കൃഷ്ണൻ അപ്രത്യക്ഷനായി എന്നോ ഒന്നും അല്ല ഇവർ പറയുന്നത്. ആരാണ്? മഹർഷിമാർ പറയുന്നത്. കൃഷ്ണേ സ്വധാമോ ഉപഗത്തെ. എവിടേക്കാണ് ഭഗവാൻ തിരികെ പോയിരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളാണ് അത്. അതുകൊണ്ടാണ് ശൗനകാദി ഋഷികൾ പറയുന്നത് സ്വധാമത്തിലേക്കാണ് ഭഗവാൻ പോയിരിക്കുന്നത്. എന്താണ് ഈ സ്വധാമം എന്ന് പറയുന്നത്? ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന് സ്വധാമം അഥവാ വാസസ്ഥാനമുണ്ട്. അവിടെ അദ്ദേഹം ശാശ്വത സഹചാരികളോടും അദ്ദേഹത്തിൻ്റെ പരിച്ഛദങ്ങളോടും കൂടി നിത്യമായി സ്വയം ആനന്ദിക്കുന്നു. നമ്മൾ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ഗർഭോദകശായി വിഷ്ണു അദ്ദേഹത്തിൻ്റെ നാഭിയിൽ നിന്നും വരുന്ന താമരപ്പൂവിൽ സ്വയംഭൂവായ, അതായത് ആദ്യത്തെ ജീവാത്മാവായ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം ആ താമരത്തണ്ടിലാണ് ഈ ഭൗതിക ലോകത്തിലെ 14 ലോകങ്ങളും സൃഷ്ടി ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അത് ഭൗതിക ലോകമാണ്. ഈ ഭൗതിക ലോകത്തിൽ ഒരു ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ, ബ്രഹ്മദേവന്റെ ദിവസം എന്ന് പറയുന്നത് ഒരുപാട് വലുതാണെന്ന് നമ്മൾ കണ്ടു. ആ ദിവസത്തിൽ ഒരിക്കലാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനാകുന്നത്, ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഭഗവാന് ആ ഒരു സമയത്ത് ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷമാകുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ സ്വന്തം വാസസ്ഥാനം എവിടെയാണ്? അതാണ് സ്വധാമം എന്ന പേരിൽ ഇവിടെ പറയുന്നത്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നു, തദ്ധാമ പരമം മമ യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ എന്ന് പറയുന്നു. അതായത് ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണെന്നോ അല്ലെങ്കിൽ എൻ്റെ ധാമം സ്വർഗമാണെന്നോ അല്ല പറയുന്നത്. സ്വർഗാരോഹണം എന്നുള്ള പദം തന്നെ ഇതെന്താണ്? വളരെ ഒരു ഫൂളിഷ് വേർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഭഗവാന് സ്വർഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ സ്വർഗം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രപഞ്ചത്തിലെ ഭൗതിക സൃഷ്ടിയിൽ വരുന്ന ഒരു സ്ഥലം മാത്രമാണ് അല്ലേ. സ്വർഗലോകം, ഭൂവ സ്വ, പിന്നെ എന്താണ് ആ ലോകങ്ങൾ എന്ന് പറയുന്നത് 14 ലോകങ്ങളിൽ വരുന്ന ഒരു ലോകമാണ്. ഭഗവാന് ഭൗതിക ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രനാളും പഠിച്ചു വെച്ചിരുന്ന ആ ഒരു വാക്ക് എന്ന് പറയുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണയാണ് എന്ന് ഇവിടെ ആര് പറയുന്നു? ഞാനല്ല പറയുന്നത്. ഇവിടെ പറയുന്നു കൃഷ്ണേ സ്വധാമോ ഉപഗതി. പിന്നെ എവിടെയാണ് പോയിരിക്കുന്നത്? ഭഗവാന്റെ ധാമത്തിലേക്ക്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന ആ പരമമായ ധാമത്തിലേക്ക്, ആധ്യാത്മിക ധാമത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക്. ചിന്താമണി പ്രകരസത്മസുകൽപവൃക്ഷ ലക്ഷാവൃതേഷു സുരഭീരഭിപാലയന്തം ലക്ഷ്മീ സഹസ്രശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ചിന്താമണി പ്രകാരങ്ങളെല്ലാം ചിന്താമണി കൊണ്ടുള്ളതാണ്.
സത്മസു കൽപ്പവൃക്ഷ, വൃക്ഷങ്ങളെല്ലാം വന്നിട്ട് കൽപ്പവൃക്ഷങ്ങളാണ്. ലക്ഷ അവൃതേഷു സുരഭിർ അഭിപാലയന്തം, ഒരുപാട് കാമധേനുക്കളായ സുരഭി പശുക്കൾ അവിടെയൊക്കെ ഭഗവാന്റെ കൂടെ നടക്കുന്നു. ലക്ഷ്മി സഹസ്ര ശത സംഭ്രമ സേവ്യമാനം, അനേകം ഗോപിമാരും അദ്ദേഹത്തിൻ്റെ ഹ്ലാദിനി ശക്തിയുടെ വിസ്തരണങ്ങളായ, രാധാറാണിയുടെ വിസ്തരണങ്ങളായ ഗോപിമാരും മഞ്ചരിമാരും എല്ലാവരും ചേർന്ന് വളരെയധികം സ്നേഹത്തോടു കൂടി സേവിക്കുന്ന ആ ഭവനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ധാമത്തെക്കുറിച്ച് അദ്ദേഹം എവിടെ പറയുന്നു? ഭഗവത്ഗീതയിലും പറയുന്നു, യത് ഗത്വാ ന നിവർത്തന്തേ തത് ധാമ പരമം മമ എന്ന്. എനിക്ക് ഒരു ധാമമുണ്ട് എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു. ഇവിടെ ആരത് പറയുന്നു? ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞ കാര്യം ആര് പറയുന്നു? ഇവിടെ സൂത ഗോസ്വാമി വന്നിട്ട് തങ്ങളുടെ ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോടുള്ള ചോദ്യത്തിൽ പറയുന്നു, ധർമ്മം വിജ്ഞാനം തുടങ്ങിയവയുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം പോയത്. കാരണം ഭഗവാനാണ് ധർമ്മത്തിൻ്റെ ഉപജ്ഞാതാവ്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, ഭഗവാൻ പറയുന്നതാണ് ധർമ്മം, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. ധർമ്മജ്ഞാന ആദിഭി സഹ. അപ്പോൾ ഭഗവാൻ തിരികെ പോകുമ്പോൾ നോർമലി അദ്ദേഹത്തോടൊപ്പം ആര് പോകുമെന്ന് ശൗനകാദി ഋഷികൾ പറയുന്നു? ധർമ്മവും ജ്ഞാനവും ഒക്കെ പോകുമെന്ന് പറയുന്നു. ധർമ്മവും ജ്ഞാനവുമാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിനെ എന്ത് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സഹായിക്കുന്നത്. നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള കണ്ണുകളുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് ഈ കണ്ണുകൊണ്ടാണ്, അല്ലേ? ഈ കണ്ണുകൊണ്ട്. പക്ഷേ ആ കണ്ണുകൊണ്ട് കാണുന്നതിനെ അപഗ്രഥിക്കണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അറിവ് വേണം. ഒരു ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. എൻ്റെ മുന്നിൽ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുകയാണ്, ഒരു രോഗി. ഞാനൊരു ഡോക്ടറാണ്. ആ പേഷ്യൻറ്റിന് ശ്വാസമുട്ടലാണ് എന്ന് വിചാരിക്കുക. അയാൾ വളരെയധികം കഷ്ടപ്പെട്ട് ശ്വാസമുട്ടലോടുകൂടി വന്നിരിക്കുന്നു, എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ പരിശോധിക്കുന്ന സ്റ്റെതസ്കോപ്പും മറ്റു കാര്യങ്ങളും വെച്ച് അദ്ദേഹത്തിനെ പരിശോധിക്കുന്നു. അപ്പോൾ എനിക്ക് സംശയം തോന്നുന്നു അദ്ദേഹത്തിന് ശ്വാസകോശത്തിനകത്ത് എന്തോ അണുബാധയുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു എക്സ്റേക്ക് എഴുതി കൊടുക്കുന്നു. അദ്ദേഹം പേഷ്യൻ്റ് പോയിട്ട് ആ എക്സ്റേ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ആ എക്സ്റേ പേഷ്യൻറ്റും കാണുന്നു, ഞാനും കാണുന്നു. എൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി 6/6 എന്ന് വേണമെങ്കിൽ പറയാം. പൂർണ്ണ കാഴ്ചശക്തിയുള്ള ഒരു മനുഷ്യന് 6/6 കാഴ്ചശക്തി എന്നാണ് പറയുക രണ്ട് കണ്ണിനും. പേഷ്യൻറ്റിനും കാഴ്ചശക്തി 6/6 ആണെന്ന് വിചാരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഈ എക്സ്റേ കാണുന്നു. അദ്ദേഹം കാണുമ്പോൾ അതിൻ്റെ അകത്ത് വെളുത്ത പാടുകളും കറുത്ത പാടുകളും മറ്റു കാര്യങ്ങളും എല്ലാം കാണുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അപഗ്രഥിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? എക്സ്റേ എന്തിനാണ് എടുക്കുന്നത്? അതിനകത്ത് അണുബാധയുണ്ടെങ്കിൽ, ശ്വാസകോശത്തിനകത്ത് അണുബാധയുണ്ടെങ്കിൽ എങ്ങനെയാണത് കാണുന്നത് എന്ന് ആർക്കറിയില്ല. കാഴ്ചയുണ്ടെങ്കിലും ജ്ഞാനമില്ലാത്തത് കൊണ്ട് രോഗിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ എനിക്ക് ആ എക്സ്റേ കാണുമ്പോൾ ഇവിടെയാണ് ന്യൂമോണിയ ഉള്ളത്, ഇവിടെയാണ് ഹൃദയത്തിൻ്റെ ഷാഡോ ഉള്ളത്, ഇവിടെയാണ് ശ്വാസകോശത്തിൻ്റെ ഷാഡോ ഉള്ളത്, ഇവിടെയാണ് അസുഖമുള്ളത്, അതിൻ്റെ സീരിയസ്നെസ് ഇത്രയാണ് എന്നൊക്കെ മനസ്സിലാകുന്നു. കാരണം 10-11 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജിൽ പുസ്തകങ്ങൾ വായിച്ചും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു അറിവാണ് എൻ്റെ കണ്ണിൻ്റെ ആ കാഴ്ചയെ എന്ത് ചെയ്യുന്നത്? പോഷിപ്പിക്കുന്നത്. അതേപോലെയാണ് ഇവിടെ ആര് പറയുന്നത്? അതാണ് കാഴ്ചയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ചുറ്റുമുള്ള സാധനങ്ങളെ കാണാം, പക്ഷേ അപഗ്രഥിച്ച് കാണണമെന്നുണ്ടെങ്കിൽ, അപഗ്രഥിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കാഴ്ചയെ എന്ത് സപ്പോർട്ട് ചെയ്യണം? ഈ സ്ക്രിപ്ചേഴ്സ് അല്ലെങ്കിൽ വൈദിക സാഹിത്യങ്ങളിൽ നിന്നുള്ള ആ ഒരു ജ്ഞാനം സപ്പോർട്ട് ചെയ്യണം. ജ്ഞാനവും ധർമ്മവും കൊണ്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോഴേ ആ കാഴ്ച എന്താവുകയുള്ളൂ? മച്വർ ആയിട്ടുള്ള, അല്ലെങ്കിൽ പാകത വന്ന, പക്വമായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. എടുത്തു ചാടി ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ എടുത്തു ചാടി ചിന്തിക്കുന്നതും എടുത്തു ചാടി മനസ്സിലാക്കുന്നതും വന്നിട്ട് ഒരു കാഴ്ചയല്ല, അല്ലെങ്കിൽ ഒരു പക്വത വന്ന ആൾ ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് ധർമ്മവും ജ്ഞാനവുമാണ് നമ്മളുടെ കാഴ്ചയെ എന്ത് ചെയ്യുന്നത്? പരിപോഷിപ്പിക്കുന്നത് എന്ന് ഈ മഹർഷിമാർ പറയുന്നത്. നോക്കൂ, എന്താ അവർ പറയുന്നത്? കലൗ നഷ്ടദൃശാമേഷ.
ധർമ്മവും ജ്ഞാനവും ഭഗവാനോടൊപ്പം തിരിച്ചുപോയി. കലികാലത്ത് ജനങ്ങൾക്ക് നഷ്ടദൃശ, നഷ്ട എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയി. എന്ത് നഷ്ടപ്പെട്ടു പോയി? ദൃശ, കാഴ്ചശക്തി. എന്താണ് അതിൻ്റെ അർത്ഥം? അജ്ഞാനം എന്നതാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാൻ പോയി കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ കണ്ണിന് കാഴ്ച കുറയും എന്നല്ല പറയുന്നത്. നമ്മളുടെ കണ്ണുകളെ ജ്ഞാനം കൊണ്ടും ധർമ്മം കൊണ്ടും വന്നിട്ട് ആ ദീപ്തമാക്കിയിരുന്ന ഭഗവാൻ തിരികെ ജ്ഞാനത്തിനോടും ധർമ്മത്തിനോടും കൂടി ചേർന്ന് സ്വന്തം ധാമത്തിലേക്ക് പോയതിനു ശേഷം കലിയുഗം വന്നു. കലിയുഗത്തിൽ 99% ആൾക്കാരും തിമിരത്തിൽ, അജ്ഞാന തിമിര അന്ധ എന്ന് പറയുന്നില്ലേ നമ്മൾ, എന്താണ്, ഓം അജ്ഞാന തിമിരാന്ധസ്യ എന്ന് പറയത്തില്ലേ. അപ്പോൾ അജ്ഞാന തിമിര അന്ധസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്ഞാനത്തിൻ്റെ തിമിരം കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, ഈ അജ്ഞാനത്തിൽ ആരെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കാഴ്ചയെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ആർക്കാണ് കഴിവുള്ളത് എന്ന് അവർ പ്രത്യേകിച്ചും ചോദിക്കുമ്പോൾ പുരാണ അർക്ക അധുനോ ഉദിത. പുരാണ അർക്ക, ആ വാക്കുകളെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പുരാണം, എന്താണ് പുരാണം? നമുക്കറിയാം 18 പുരാണങ്ങൾ. അതിലേറ്റവും ടോപ്പ് മോസ്റ്റ് പുരാണം, ഏത് പുരാണത്തിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്? ഭാഗവത പുരാണത്തിനെ കുറിച്ച്. കാരണം തൊട്ടു മുമ്പത്തെ ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞത്? ബ്രഹ്മസംഹിതം, ഉത്തമ ശ്ലോകചരിതം, ചകാര ഭഗവാൻ ഋഷി, നിശ്രേയസായ ലോകായ ധന്യം സ്വസ്തി അയനം മഹത് എന്ന് പറഞ്ഞ് വിശദീകരിച്ചത് എന്തിനെയാണ്? ഭാഗവതത്തിനെയാണ്. പരീക്ഷിത് മഹാരാജാവിന് സുഖദേവ ഗോസ്വാമി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞത് ഭാഗവതത്തിനെയാണ്. വ്യാസദേവൻ സ്വന്തം പുത്രനായ സൂത ഗോസ്വാമി ആത്മവതാം വരനായ സുഖദേവ ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയുന്നത് ആരെയാണ്? ഭാഗവതത്തിനെ. അപ്പോൾ ഈ പുരാണം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പുരാണം എന്ന് പറയുന്നത് ആരാണ്? ഭാഗവത പുരാണമാണ്. ഭാഗവത പുരാണം എങ്ങനെയാണ്? അർക്ക. അർക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? അർക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനാണ്. നമ്മൾ മലയാളം പഠിച്ചിട്ടുണ്ടല്ലേ, സൂര്യന്റെ പര്യായ പദമാണ് അർക്കൻ എന്ന് പറയുന്നത്. പുരാണ അർക്ക. നോക്കൂ, കാഴ്ച നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇരുട്ട്. എന്തുകൊണ്ടാണ് ഇരുട്ട്? നമ്മുടെ കണ്ണിൽ എന്താണ്? അജ്ഞാനത്തിൻ്റെ ഇരുട്ടാണ്, അജ്ഞാനത്തിൻ്റെ തിമിരം. അപ്പോൾ എന്ത് വേണം? ആ കാഴ്ച തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിക്കണം. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം കാരണം നമ്മളുടെ കാഴ്ചശക്തിയും ചുറ്റിനുമുള്ളതെല്ലാം വ്യക്തമായി നമുക്ക് ദൃശ്യമാകും. അതാണ് ഭാഗവത പുരാണം അർക്കനെ പോലെ ഉദിക്കുമ്പോൾ. അതും ഭാഗവത പുരാണം ഭഗവാൻ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് നാളെ കഴിഞ്ഞിട്ടല്ല വരുന്നത്. അധുനോ ഉദിത. അധുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉടൻ തന്നെ. ഭഗവാൻ പോയതിനു ശേഷം ഉടൻ തന്നെയാണ് ഭഗവാന് തുല്യനായിട്ട് ശ്രീമദ് ഭാഗവതം, കൃഷ്ണ തുല്യ ഭാഗവത് അല്ലെ, ചൈതന്യ മഹാപ്രഭു പറയും കൃഷ്ണ തുല്യ ഭാഗവത് വിഭു സർവാശ്രയ പ്രതി ശ്ലോകെ പ്രതി അക്ഷരെ നാനാ അർത്ഥേക്കോയ്. കൃഷ്ണ തുല്യ ഭാഗവത്, അതായത് ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയി ഉടനെ തന്നെ അർക്കനായി എന്ത് ഉദിച്ചു? ശ്രീമദ് ഭാഗവതം ഉദിച്ചു. അങ്ങനെ ഉദിക്കുമ്പോൾ നമ്മുടെ അന്ധകാരം, കണ്ണിൻ്റെ ആ ഒരു തിമിരം മാറിയിട്ട് ഈ അജ്ഞതയും മാറിയിട്ട് ആരാണോ ഭാഗവതം കേൾക്കുന്നത്, വായിക്കുന്നത്, ശ്രവിക്കുന്നത്, മനസ്സിലാക്കുന്നത്, ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത്, അവിടെ എന്ത് സംഭവിക്കും? അവരുടെ കണ്ണ് അല്ലെങ്കിൽ കാഴ്ച എന്ന് പറയുന്നത് ധർമ്മവും ജ്ഞാനവും ചേർന്ന കാഴ്ചയായിട്ട് പരിവർത്തനം ചെയ്യപ്പെടും. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. എന്താണ്? കൃഷ്ണേ സ്വധാമ ഉപഗത്തെ. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങോട്ട് പോയി? സ്വന്തം ധാമത്തിലേക്ക് പോയി. ധർമ്മജ്ഞാന ആധിപി സഹ, ധർമ്മവും ജ്ഞാനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടാകും. കലൗ നഷ്ടദൃശാമേശ, കലികാലത്തിൽ മനുഷ്യർക്ക് അതുകൊണ്ട് തന്നെ കാഴ്ച നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. കാരണം ധർമ്മവും ജ്ഞാനവുമാണ് ഒരാളുടെ കാഴ്ചയെ പരിപോഷിപ്പിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട്, ഭഗവാൻ പോയതിന് പകരമായിട്ട് ഭഗവാൻ തന്നെ എന്തായിട്ട് വന്നതാണ്? പുരാണ അർക്ക. സൂര്യനെ പോലെ ആര് വന്നു? ശ്രീമദ് ഭാഗവതം വന്നു. അധുനോ ഉദിത, ഉടനെ തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ ഇതാണ് വളരെ മനോഹരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം തന്നെ ശ്രീമദ് ഭാഗവതത്തെ എന്ത് ചെയ്യുകയുള്ളൂ? ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ശ്ലോകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഇത് എന്തിൻ്റെ ആൻസറാണ്?
ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. കൃഷ്ണൻ തിരിച്ചു പോയതിനു ശേഷം ധർമ്മവും ജ്ഞാനവും എവിടെയാണ് ഷെൽട്ടർ എടുത്തിരിക്കുന്നത്? അപ്പോൾ എന്താണ് അതിനുള്ള ഉത്തരം? ശ്രീമദ് ഭാഗവതത്തിലാണ് ഷെൽട്ടർ എടുത്തിരിക്കുന്നത്. 44-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് പരമ്പര. പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ഇവിടെ ആരോട് പറയുന്നു? സൂത ഗോസ്വാമി ശൗനകാദ ഋഷിമാരോട് പറയുന്നു. സൂത ഗോസ്വാമിക്ക് കിട്ടിയ ജ്ഞാനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ തനിയേ ഉണ്ടായ ജ്ഞാനമല്ല. സൂത ഗോസ്വാമിക്ക് അത് വളരെ വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അവിടെ വളരെ ശ്രദ്ധയോടുകൂടി സന്നിഹിതനായതുകൊണ്ടാണ്. ആ ശ്രദ്ധയോടുകൂടി ആ ഗുരുവിനെ, സൂത ഗോസ്വാമിയുടെ ഗുരു അതാരാണ്? ശുകദേവ ഗോസ്വാമി. അതായത് അവിടെ സന്നിഹിതരായിരുന്ന എല്ലാവരും ശുകദേവ ഗോസ്വാമിയിൽ നിന്നാണ് ശ്രവിച്ചത്. അപ്പോൾ ആ ശുകദേവ ഗോസ്വാമിയിൽ നിന്നും മറ്റുള്ള ഗുരുക്കന്മാരുടെയും അനുഗ്രഹം കൊണ്ടാണ് കിട്ടിയത് എന്ന് ആർക്കറിയാം? സൂത ഗോസ്വാമിക്ക് അറിയാം. അതാണ് സൂത ഗോസ്വാമി ഈ ശ്ലോകത്തിൽ പറയുന്നത് ഗുരു പരമ്പര. കാരണം എന്താണ്? ഏവം പരമ്പരാ പ്രാപ്തം അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് ഈ ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ്? പരമ്പരയിൽ നിന്നാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ ജ്ഞാനം ഉദിച്ചുയരുകയല്ല ചെയ്യുന്നത് നമ്മളുടെ ഹൃദയത്തിൽ. ഞാൻ ജ്ഞാനിയാകുന്നത് എൻ്റെ ഗുരു എന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മേഴ്സി എന്ന് പറയും. ഗുരുവിൻ്റെ കാരുണ്യം, ഭഗവാന്റെ അനുഗ്രഹം, ഇത് രണ്ടുമാണ് ഈ ഒരു ഭക്തിയുടെ പ്രോസസ്സിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രിയയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബലം തരുന്നത്. അപ്പോൾ സൂത ഗോസ്വാമിക്ക് ഇത് വളരെ നന്നായി അറിയാം. എന്താണ് പറയുന്നത് അദ്ദേഹം? തത്ര കീർത്തിയതോ വിപ്രർഷേ ഭൂരി തേജസഃ അഹം ചാധ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാത് സോഹം വ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതിഃ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 വാക്കുകൾ, യഥാതീതം യഥാമതിഃ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതെന്ന്. ഒന്നും കൂടി വായിക്കാം. തത്ര കീർത്തിയതോ വിപ്രർഷേ ഭൂരി തേജസഃ അഹം ചാധ്യഗമം തത്ര നിവിഷ്ടസ്തദ് അനുഗ്രഹാത് സോഹം വ ശ്രാവയിഷ്യാമി യഥാതീതം യഥാമതിഃ. എന്താണ്? അല്ലയോ പണ്ഡിത ബ്രാഹ്മണ ശ്രേഷ്ഠരെ, ശുകദേവ ഗോസ്വാമി അവിടെ ശ്രീമദ് ഭാഗവതം വിശദീകരിച്ചു വർണ്ണിച്ചപ്പോൾ അതീവ ശ്രദ്ധയോടെ ഞാനത് ശ്രവിച്ചു. അവിധം അദ്ദേഹത്തിൻ്റെ കൃപയാൽ ആ ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ ഋഷിവര്യനിൽ നിന്നും ശ്രീമദ് ഭാഗവതം അഭ്യസിച്ചു. ആകയാൽ ഇപ്പോൾ അതേ കാര്യം ഞാൻ അദ്ദേഹത്തിൽ നിന്നും ശ്രവിച്ച അതേ പ്രകാരത്തിലും അതിനെ സാക്ഷാത്കരിച്ച വണ്ണവും നിങ്ങൾക്ക് ശ്രവ്യവേദ്യമാക്കാൻ പരിശ്രമിക്കാം. 2 വാക്കുകൾ, യഥാതീതം യഥാമതിഃ. എന്താണ് അദ്ദേഹം പറഞ്ഞു? തത്ര കീർത്തിയതോ വിപ്ര, അല്ലയോ പാരായണം അവിടെ, അതായത് കീർത്തിയതോ എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുമ്പോൾ, എവിടെ പാരായണം ചെയ്യുമ്പോൾ അവിടെ, അതായത് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പാരായണം ചെയ്ത കാര്യമാണ് പറയുന്നത്. അല്ലയോ വിപ്രന്മാരെ, വിപ്ര ഋഷേ ഭൂരി തേജസഃ, മഹാബ്രാഹ്മണനായിരുന്ന ആ ഋഷി അതാരാണ്? ശുകദേവ ഗോസ്വാമി. ഭൂരി തേജസഃ, വളരെയധികം മഹത്തായ തേജസ്വിയായ ശക്തിമത്തായ ഋഷിയാണത്. അഹം അധ്യഗമം, ഞാൻ മനസ്സിലാക്കി. തത്ര, അവിടെ ആ സമയത്ത്, തത്ര എന്ന് പറഞ്ഞാൽ അവിടെ, നിവിഷ്ട തദ് അനുഗ്രഹാത്, പൂർണ്ണ ശ്രദ്ധയോടുകൂടി ഞാൻ അങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ സോ അഹം ശ്രാവയിഷ്യാമി, നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വാക്കുകളല്ല, യഥാതീതം, അതായത് അത് ആ കാര്യം ശുകദേവ ഗോസ്വാമി പറഞ്ഞിരിക്കുന്ന അതേ കാര്യം അദ്ദേഹത്തിൽ നിന്ന് ശ്രവിച്ച അതേ പ്രകാരത്തിൽ. അതിനാണ് നമ്മളുടെ ഭഗവത്ഗീത എന്ത് പറയുന്നത്? ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്, യഥാരൂപം എന്ന് പറയുന്നത്. എന്താണ്? യഥാതീതം യഥാമതിഃ. ഇനി ആ യഥാതീതം മാത്രമാണോ? അതായത് തത്ത പറയുന്നത് പോലെ ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ വായിച്ചിട്ട് അതേപടി പറഞ്ഞു കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല. യഥാമതിഃ. എന്താണ് മതിഃ എന്ന് പറഞ്ഞാൽ?
അതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സാക്ഷാത്കാരത്തിനെയാണ് യഥാമതിഹി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതം ഒരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളും ശ്രീമദ് ഭാഗവതം പഠിച്ചിട്ട് ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ, ശുകദേവ ഗോസ്വാമി സൂത ഗോസ്വാമിക്ക് പറഞ്ഞു കൊടുത്ത, ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ഭാഗവതം അതേപോലെയാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ അതിനോടൊപ്പം എന്തുണ്ടാവും? സാക്ഷാത്കാരം എന്നുള്ളതും ഉണ്ടാകും. യഥാമതിഹി. എന്താണ് സാക്ഷാത്കാരം? ആ നിർദ്ദേശങ്ങൾ ശ്രീമദ് ഭാഗവതം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിയലൈസേഷൻ, അതിനെയാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. കൂടുതൽ മനസ്സിലാകും. എനിക്ക് അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും. ആ മനസ്സിലായതും ചേർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അതിനെയാണ് സാക്ഷാത്കരിച്ച ജ്ഞാനം എന്ന് പറയുന്നത്. ഡിറ്റോ അതേപടി. പക്ഷേ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ ആസിറ്റീസ് എന്ന പദത്തിന്റെ അർത്ഥം, അതായത് യഥാരൂപം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഇതിനെ, അതായത് ഈ ശ്രീമദ് ഭാഗവതത്തിനെ നമുക്ക് തോന്നുന്ന വിധത്തിൽ വളച്ചു ഒടിക്കാൻ സാധ്യമല്ല എന്നാണ്. എനിക്ക് തോന്നുന്നത് പോലെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അതിന് യോഗ്യനല്ല ഇന്റർപ്രറ്റ് ചെയ്യാൻ. എൻ്റെ യോഗ്യത എന്താണ്? എൻ്റെ ഗുരുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭഗവാന്റെ മേഴ്സി അല്ലെങ്കിൽ കാരുണ്യത്തിലുള്ള വിശ്വാസവുമാണ്. ഞാൻ അത്രയധികം ആത്മാർത്ഥതയോടുകൂടിയാണ് അതിനെ സ്വീകരിക്കുന്നത് എങ്കിൽ സാക്ഷാത്കാരം അവരാണ് തരുന്നത്. എനിക്ക് തോന്നുന്ന വിധത്തിൽ ഭാഗവതത്തിനെ വളച്ചൊടിക്കാൻ പറ്റില്ല. അതിൻ്റെ മെസ്സേജ്, ഭാഗവതത്തിൻ്റെ ആ ഒരു സാരാംശം അല്ലെങ്കിൽ സന്ദേശം എന്ന് പറയുന്നത് അതേപടി വെക്കണം. അതിനെയാണ് യഥാരൂപം എന്ന് പറയുന്നത്, ആസ് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്ന പോലെ അതിനെ വളച്ചൊടിക്കാൻ പറ്റുകയില്ല. ഇവിടെയും ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ഭാഗവതം എന്ന് പറയുന്നത് സൂത ഗോസ്വാമി ശ്രവിച്ചപ്പോൾ അദ്ദേഹത്തിന് അതേപടി അത് മനസ്സിലായി. കാരണം അദ്ദേഹത്തിന്റെ ഗുരു അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചു. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഭാഗവതം പ്രാവർത്തികമാക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുണ്ടായി? സാക്ഷാത്കാരം ഉണ്ടായി. അപ്പോൾ ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് രണ്ടും ചേർന്നിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ യഥാതീതം യഥാമതിഹി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? നോളജും റിയലൈസേഷനും, ജ്ഞാനവും വിജ്ഞാനവും, ജ്ഞാനവും സാക്ഷാത്കാരവും. ഒരിക്കലും നമ്മൾക്ക് തോന്നുന്ന വിധത്തിലല്ല അതിനെ വളച്ചൊടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കാം എന്നല്ല പറയേണ്ടത്. ആചാര്യന്മാർ പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ശ്രീമദ് ഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ ശ്ലോകം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് എഴുതുന്നത് എന്താണെന്ന് നോക്കാം. ശ്രീ ശുകദേവ ഗോസ്വാമിയെ പോലെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച മഹാത്മാവിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന ഒരാൾ നിശ്ചയമായും ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം ശ്രീമദ് ഭാഗവതത്തിന്റെ താളുകളിൽ പ്രത്യക്ഷമായി ദർശിക്കും. എത്രയായാലും വ്യാജനായ ആഖ്യാതാവിന്റെ പക്കൽ നിന്നും ഒരിക്കലും ഭാഗവതം അഭ്യസിക്കരുത്. എന്തെന്നാൽ അത്തരം ഭാഗവത ആഖ്യാതാവിന്റെ ജീവിത ലക്ഷ്യം ഭാഗവത വർണ്ണനത്തിലൂടെ കുറേയധികം ധനം സമ്പാദിക്കുകയും അപ്രകാരം സ്വരൂപിച്ച ധനത്തെ ആസ്വാദനത്തിന് വിനിയോഗിക്കുകയുമാണ്. എന്താണ്? ഞാനൊരു സ്ഥലത്ത് പ്രഭാഷണം കൊടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കൂ. എനിക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയുകയുള്ളൂ. എൻ്റെ മുന്നിലിരിക്കുന്ന സദസ്യർ എന്ന് പറയുന്നത് അവർക്ക് മലയാളം മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ എന്ത് വേണം? ഞാൻ പ്രഭാഷണം കൊടുക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ വേണം. എന്താണ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ? മൊഴിമാറ്റം ചെയ്യുന്ന വ്യക്തി, പരിഭാഷപ്പെടുത്തുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ മൊഴിമാറ്റം ചെയ്യുന്ന വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം? ഈ പ്രസംഗം ചെയ്യുന്ന ആള് പറയുന്ന കാര്യങ്ങൾ അതേപടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അദ്ദേഹം ഇത് കേട്ടിട്ട് ഇങ്ങനെ ആയിരിക്കാം ഇദ്ദേഹം പറഞ്ഞത് എന്ന് വിചാരിച്ച് സ്വന്തം വാക്കുകൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടും. അദ്ദേഹം ഒരിക്കലും വിശ്വസ്തനായിരിക്കുകയില്ല. ഇതേപോലെയാണ് ആരായിരിക്കേണ്ടത്? ഭാഗവതത്തെ പറയുന്ന ആൾക്കാർ ആയിരിക്കേണ്ടത്. എന്താണ് ഭാഗവതത്തെ പറയുന്ന ആൾക്കാർ പറയുന്നത്?
ശ്രീമദ് ഭാഗവതത്തിൽ ശുകദേവ ഗോസ്വാമി പരീക്ഷിത മഹാരാജാവിന് എന്ത് പറഞ്ഞു കൊടുത്തോ അതേ സന്ദേശം കാലത്തിനും ദേശത്തിനും പാത്രത്തിനും അനുസരിച്ച് സാക്ഷാത്കരിച്ച ജ്ഞാനം കൂടി ചേർത്ത് വേണം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വിശ്വാസ്യത എന്താണ്? ആ മെസ്സേജ് ആസ് ഇറ്റ് ഈസ് ആയിരിക്കണം, സന്ദേശം ആസ് ഇറ്റ് ഈസ് ആയിരിക്കണം. ഏതേച്ച അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. എന്താണ്? ഏതേച്ച അംശകല പുംസ കൃഷ്ണ ഏതേച്ച അംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീമദ് ഭാഗവതത്തിന്റെ പരിഭാഷാ സൂത്രം ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. ഒരു ഭാഗവതം ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആൾ ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു സന്ദേശത്തെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ഭാഗവതത്തിനെ നമ്മുടെ ഭക്തിക്ക് പ്രയോജനപ്രദമാക്കുന്ന വിധത്തിൽ ഭഗവാനോടുള്ള സ്നേഹത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഭാഗവതം നമ്മൾ വായിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ചൊല്ലുന്നതുമൊക്കെ. അല്ലാതെ പൈസ സമ്പാദിക്കാനോ ഇന്ദ്രിയ സുഖാസ്വാദനത്തിനോ പേരോ പ്രശസ്തിയോ നേടാൻ വേണ്ടിയിട്ടോ അല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആ മെസ്സേജ് ആസ് ഇറ്റ് ഈസ് കൊടുക്കില്ല. കേൾക്കുന്ന ആ വ്യക്തികളുടെ സ്ഥാപിത താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യും? അവർ മെസ്സേജ് മാറ്റി പറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ശ്രീല പ്രഭുപാദ് തന്നിരിക്കുന്ന ഈ യഥാരൂപം, ഇവിടെ സൂത ഗോസ്വാമി പറയുന്ന യഥാതീതം യഥാ മതിഹി എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് മനസ്സിലാക്കിയാൽ മാത്രമേ ശ്രീമദ് ഭാഗവതത്തിനെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗ്യരാവുകയുള്ളൂ. നമ്മുടെ യോഗ്യത എന്താണ്? ഗുരുവിൽ നിന്നുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും അദ്ദേഹത്തോടുള്ള ഭക്തിയും പിന്നെ ഭഗവാന്റെ മേഴ്സിയും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മളും ഭാഗവതം ഇനിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി യോഗ്യരാവുകയുള്ളൂ. ആർക്കും ഭാഗവതം പറഞ്ഞു കൊടുക്കാം. ഈ പരമ്പരയിൽ വരുന്ന ഈ സന്ദേശത്തെ ആസ് ഇറ്റ് ഈസ് മനസ്സിലാക്കി ഇനി ഒരാൾക്ക് അയാളോടുള്ള, അതായത് ഭഗവാനോടുള്ള അയാളുടെ സ്നേഹം വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏറ്റവും വലിയ ചാരിറ്റി അല്ലെങ്കിൽ ഏറ്റവും വലിയ ദാനധർമ്മമായിട്ട് ഭാഗവതത്തെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ മെസ്സേജസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും ഭാഗവതത്തെ പറയാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. ഒരേ ഒരു കാര്യം മതി, ഗുരുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും ഭഗവാന്റെ മേഴ്സി കാരുണ്യത്തിലുള്ള വിശ്വാസവും മാത്രമാണ് ഒരു ഭക്തന്റെ യോഗ്യതകൾ വേണ്ടത്. അല്ലെങ്കിൽ അയാൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണമെന്നോ അയാൾ ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്നോ അയാൾ എഞ്ചിനീയർ ആയിരിക്കണമെന്നോ അയാൾ വളരെയധികം വാഗ്മി ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഉറുദുവും തമിഴും ഒക്കെ സംസാരിക്കുന്ന ആളായിരിക്കണമെന്നോ ഒരു നിർബന്ധവുമില്ല. ഒരേ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ, ഗുരുവിലുള്ള അചഞ്ചലമായിട്ടുള്ള ഭക്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചൈതന്യ മഹാപ്രഭു എവിടെയാണ് സൗത്ത് ഇന്ത്യയിൽ വന്നപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ ഇരുന്ന് ഭഗവത്ഗീതയുടെ താളുകൾ വായിക്കുന്നത് കണ്ടു. അയാൾക്ക് വായിക്കാൻ അറിയില്ല, ശിക്ഷ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് അക്ഷരാഭ്യാസം ഇല്ലാത്ത വ്യക്തിയാണ്. പക്ഷേ എല്ലാ ദിവസവും വന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ആ താളുകൾ മറിച്ച് ഗുരു പറഞ്ഞു എന്ത് ചെയ്യണം? ഭഗവത്ഗീത വായിക്കണം. അതുകൊണ്ട് ഗുരുവിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യുന്നു? പ്രാവർത്തികമാക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു? അത് വായിക്കാൻ അറിയില്ല എങ്കിലും എല്ലാ ദിവസവും നിരന്തരം മുടങ്ങാതെ അയാൾ ചെയ്യും. എന്ത് ചെയ്യും? ഈ ഭഗവത്ഗീത പാരായണം ചെയ്യും. പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയില്ല എങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്തത് കൊണ്ട് അയാൾ ഇത് കണ്ടുകൊണ്ടിരിക്കും. അതിൻ്റെ മുന്നിൽ ഒരു പിക്ചറുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പാർത്ഥസാരഥി രൂപം, വിജയസഖ, പാർത്ഥസഖ എന്ന് പറയുന്ന ആ രൂപമുണ്ട്. അത് കണ്ടിട്ട് അയാൾ കരയും. അപ്പോൾ ചൈതന്യ എല്ലാവരും അയാളെ കളിയാക്കും. എന്തിനാണ് കളിയാക്കുന്നത്? ഇയാൾക്കാണെങ്കിൽ വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് വായിക്കാൻ അറിയാൻ മേലാതെ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ഭാവുകനായിട്ട് ഭാഗവതത്തിനെ നോക്കിക്കൊണ്ടിരുന്ന് കരയില്ല, ഭഗവത്ഗീതയെ നോക്കിക്കൊണ്ടിരുന്ന് കരയുന്നു എന്ന് പറയുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു വന്നു. ചൈതന്യ മഹാപ്രഭു വന്നിട്ട് അയാളോട് ചോദിച്ചു, അങ്ങ് എന്താണ് ചെയ്യുന്നത്? എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു ഭഗവത്ഗീത വായിക്കണമെന്ന്. പക്ഷേ എനിക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ വെറുതെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിങ്ങളത് കാണുക മാത്രമല്ല, നിങ്ങൾ കരയുക കൂടി ചെയ്യുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ട്? ചൈതന്യ മഹാപ്രഭു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഇത് ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ചിത്രം നോക്കൂ. ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടും
സ്വന്തം ഭക്തനായ അർജുനന്റെ സേവനത്തിന് വേണ്ടി ആ രഥത്തിൽ വന്നിട്ട് പാർത്ഥസാരഥിയായിട്ട് ഇരിക്കുന്നത് കണ്ടിട്ട്, അദ്ദേഹത്തിന്റെ ഭക്തന്മാരോടുള്ള വാത്സല്യം കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ ആലിംഗനം ചെയ്തിട്ട് പറഞ്ഞു, ഭഗവത്ഗീതയുടെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കിയത് അങ്ങാണ് ഭഗവത്ഗീതയെ ഏറ്റവും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളയാൾ. പഠിക്കണമെന്നോ ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്നോ അക്ഷരാഭ്യാസം ഉണ്ടായിരിക്കണമെന്നോ ഒന്നും നിർബന്ധമില്ല. ഒരേ ഒരു കാര്യം മാത്രം, ഗുരുവിനുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം. എപ്പോഴും ഇത് ഊന്നി പറയുന്നതിന് കാരണം എന്താണ്? നമ്മളെല്ലാവരും ഈ പാതയിൽ മുന്നേറുമ്പോൾ ആധ്യാത്മിക ഗുരു എന്ന് പറയുന്നത് നമ്മളെ കൃഷ്ണനുമായിട്ട് ബന്ധിപ്പിക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ജീവൻ ഏറ്റവും കൂടുതൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ സ്വന്തം ഗുരുവിനെ മുൻനിർത്തി ആയിരിക്കണം എന്നത് ഊന്നി പറയുന്നതിന് കാരണം ഇതാണ്. ഗുരുവിൻ്റെ അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഭക്തി ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുകയില്ല? പുരോഗമിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഈ 44-ാമത്തെ ശ്ലോകം വന്നിട്ട് പരമ്പരയെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ചോദ്യങ്ങളെല്ലാം ഒന്നും കൂടി നമുക്ക് നോക്കാം. 6 ചോദ്യങ്ങൾ ചോദിച്ചു. 6 ചോദ്യങ്ങൾക്കുള്ള സംക്ഷിപ്തമായിട്ടുള്ള ഉത്തരം ആര് കൊടുത്തു? സൂത ഗോസ്വാമി ശൗനകാദി ഋഷിമാർക്ക് കൊടുത്തു. 1-ാമത്തെ ചോദ്യം അൾട്ടിമേറ്റ് ഗുഡ് ഫോർ ഓൾ, അതായത് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ആ അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ബെനഫിഷ്യറി ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനകരമായിട്ടുള്ള കാര്യം എന്താണ്? 2-ാമത്തെ ചോദ്യം എല്ലാ വൈദിക സാഹിത്യങ്ങളുടെയും സാരം എന്താണ്? ഇതിന് രണ്ടിനും ഒരു ഉത്തരമാണ്. എന്താണ് ഉത്തരം? ഭക്തിയാണ് ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനമാണ് ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. ഇനി 3-ാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ട് വസുദേവ ദേവകി നന്ദനന്മായിട്ട് അവതരിച്ചത്? പിന്നെ എന്തിനാണ് അവതരിച്ചത്? അതിൻ്റെ ഉത്തരം സത്വദാമ്പതി, അതായത് പരിശുദ്ധന്മാരായിട്ടുള്ള ഭക്തന്മാരെ തിരികെ തൻ്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല ഭഗവാൻ വന്നിരിക്കുന്നത്, ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിരിക്കുന്നത്. പിന്നെ പുരുഷാവതാരങ്ങൾ എന്തൊക്കെ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ലീലാവതാരങ്ങൾ എന്തൊക്കെ അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവസാനം ശ്രീകൃഷ്ണ ഭഗവാൻ തിരികെ പോയതിനു ശേഷം എവിടെയാണ് ധർമ്മം വന്നിട്ട് ആശ്രയം എടുത്തിരിക്കുന്നത്? എവിടെയാണ്? ശ്രീമദ് ഭാഗവതത്തിൽ. അപ്പോൾ ഇതാണ് ഈ 6 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ സംക്ഷിപ്തമായിട്ട് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് നിങ്ങൾക്കറിയാം, ഈ 3 ചാപ്റ്റേഴ്സും നമ്മൾ തത്വമാണ് കൂടുതൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ വായിക്കുമ്പോൾ ഇത് ശ്രീമദ് ഭാഗവതം ഇത്രയ്ക്ക് കഠിനമായിരുന്നോ, ഭയങ്കര തത്വജ്ഞാനമാണല്ലോ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ആദ്യത്തെ ശ്ലോകമൊക്കെ എന്താണ്? ആദ്യത്തെ ശ്ലോകം ജന്മാദ്യസ്യ യതഃ അന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയും, ഇതൊക്കെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക എന്ന് നിങ്ങൾക്ക് തോന്നും. ആ 3 ചാപ്റ്റർ വെച്ച് എന്താണ് ആ സംശയങ്ങളെല്ലാം നിങ്ങളുടെ തീരും. 4-ാമത്തെ ചാപ്റ്റർ മുതൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ കഥാതന്തുവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വ്യാസദേവൻ ശ്രമിക്കുന്നത്. അപ്പോൾ 4-ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മളിനി കിടക്കുന്നത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ 4-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിനെ കുറിച്ച് പറയുന്നതാണ്. ആരാണ്? നാരദ മഹർഷി. 12 മഹാജനങ്ങളിൽ ഒരുവനായ, ഭക്തന്മാരിൽ അഗ്രഗണ്യൻ എന്ന് പറയാൻ പറ്റുന്ന ചിരഞ്ജീവിയായിട്ടുള്ള, അന്യഗ്രഹത്തിലോ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള ബ്രഹ്മദേവന്റെ പുത്രനായ നാരദ മഹർഷിയെക്കുറിച്ചാണ് പറയുന്നത്. നാരദ മഹർഷിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മൾ കളിയാക്കി പറയാറുണ്ട് അദ്ദേഹത്തെ. നാരദൻ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്താണ്? ഒരു ന്യൂസിനെ ഇവിടുന്ന് ഇവിടത്തിലേക്ക് കൊളുത്തി കൊടുക്കുന്ന ആളെന്നാണ്, പരദൂഷണത്തെ പറയുന്ന ആളെന്നാണ് നമ്മൾ എന്ത് വിചാരിക്കുന്നത്? നാരദൻ എന്ന പദത്തിന് വ്യാഖ്യാനം കൊടുക്കുന്ന മുഴുവനും മിക്കവാറും എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നാരദമുനി എന്ന് പറയുന്നത് എത്ര മഹത്തരമായിട്ടുള്ള വ്യക്തിത്വമാണെന്ന് ഈ 4-ാമത്തെയും 5-ാമത്തെയും ചാപ്റ്ററിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാരദ മഹർഷി എങ്ങനെയാണ് അവതരിക്കുന്നത് എന്ന് ആരാണ് പറയുന്നത്? നാരദ മഹർഷി തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. ഭക്തിയുത സേവനത്തിൻ്റെ
പ്രാധാന്യം എന്താണെന്ന് സ്വന്തം ജീവിതത്തിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നതാണ് നാരദ മഹർഷി. ആർക്ക്? ശിഷ്യനായ വ്യാസദേവന്. ഗുരു സ്വന്തം ജീവിതത്തെ വ്യാസദേവന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്ത് ചെയ്യുന്നത്? ആ നാരദ മഹർഷി എങ്ങനെയാണ് ഭക്തനായി മാറിയത്? നാരദ മഹർഷി നാരദനാകുന്നതിന് മുമ്പേ എന്ത് സംഭവിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഫ്ലാഷ് ബാക്ക്, പൂർവ്വകാലം എന്ന് പറയും. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സമയമുണ്ടോ? യെസ്, 5 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് തുടങ്ങി വെക്കാം അല്ലേ? ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി വെക്കുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 1:4:1 ഇവിടെ ഇംഗ്ലീഷിലാണ് അത് എഴുതിയിരിക്കുന്നത്, എന്നാലും നമുക്ക് വായിക്കാം. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധ കുലപതിം സൂതം ബഹ്വർച്ച ശൗനകോ ബ്രവീത്. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധ കുലപതി സൂതം ബഹ്വർച്ച ശൗനകോ ബ്രവീത്. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധ കുലപതി സൂതം ബഹുവർച്ച ശൗനകോ ബ്രവീത്. എന്താണ് പറയുന്നത്? 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, വ്യാസദേവൻ പറയുന്നു, അതായത് ശ്രീമദ് ഭാഗവതം തുടങ്ങുകയാണ്. ഇതി ബ്രൂവാണം, ഈ പ്രകാരം. ബ്രൂവ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ്. എങ്ങനെയാണ് സംസാരിക്കുന്നത്? സംസ്തൂയ, സ്തൂയ അല്ലെങ്കിൽ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അനുമോദിക്കുക. ആരെയാണ് അനുമോദിച്ചിരിക്കുന്നത്? അവിടെ ഉണ്ടായിരുന്ന ദീർഘസത്രം, അതായത് വളരെ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാണ് അവിടെ ചെയ്യാൻ തുടങ്ങുന്നത്. നിമിഷക്ഷേത്രേ, നിമിഷക്ഷേത്രേ, നൈമിഷാരണ്യത്തിൽ. അവിടെ ആ മുനിമാർ വന്നിട്ട് ഒരു ദീർഘസത്രം ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വൃദ്ധ കുലപതിം സൂതം, എന്താണ്? വ്യാസദേവ said, on hearing Suta Goswami speak thus, Shaunaka Muni, who was the elderly Vritha Kulapati, learned leader of all the rishis engaged in that prolonged sacrificial ceremony, congratulated Suta Goswami by addressing him as follows. സ്പീക്കർ പറയാൻ തുടങ്ങുകയാണ്. ചോദ്യങ്ങൾ ചോദിച്ചു, ഉത്തരം ആര് പറയാൻ തുടങ്ങുകയാണ്? സൂത ഗോസ്വാമി പറയുന്നു, സംക്ഷിപ്തമായിട്ട് പറയുന്നു. അപ്പോൾ സൂത ഗോസ്വാമിയോട് ആര് സംസാരിക്കുന്നു? ശൗനക ഋഷി സംസാരിക്കുന്നു. ഇവിടെ ആരാണ് ശൗനക ഋഷി എന്ന് പറയുന്നത്? വൃദ്ധൻ, അതായത് ആ സദസ്സിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള വൃദ്ധൻ അല്ലേ? വയോവൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ, ഇങ്ങനെ 2 വൃദ്ധന്മാരുണ്ട്. വയോവൃദ്ധൻ എന്ന് പറഞ്ഞാൽ വയസ്സിൽ വൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൽ മുതിർന്ന ആൾ. അപ്പോൾ ഇത് രണ്ടും കൊണ്ടും ശൗനക ഋഷി അതിൻ്റെ അകത്ത് വൃദ്ധനാണ്, കുലപതിയാണ്. ആ ഋഷിമാരുടെ എല്ലാം കൂടെ ഉണ്ടായിരുന്ന ആ ഋഷിമാരുടെ എല്ലാം വന്നിട്ട് എന്താണ്? കുലപതിയാണ്. അപ്പോൾ ബഹുവർച്ച ശൗനകോ അബ്രവീത്, അദ്ദേഹം ശൗനക ഋഷിയോട് ഈ പ്രകാരം പറഞ്ഞു. എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. 2-ാമത്തെ ശ്ലോകം. യെസ്. ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതാം വരഃ കഥം ഭാഗവതിം പുണ്യം യദ് ആഹ ഭഗവാൻ ശുകഃ. ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതാം വരഃ കഥം ഭാഗവതിം പുണ്യം യദ് ആഹ ഭഗവാൻ ശുകഃ. ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതാം വരഃ കഥം ഭാഗവതിം പുണ്യം യദ് ആഹ ഭഗവാൻ ശുകഃ. എന്താ പറയുന്നത്? 2-ാമത്തെ ശ്ലോകത്തിൽ സൂത ഗോസ്വാമിയെ പ്രേസ് ചെയ്യുകയാണ് ശൗനക ഋഷി. അതായത് പറയാൻ പോകുന്ന ഋഷി എത്രത്തോളം മഹാനാണ് എന്ന് ശൗനക ഋഷിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ആ പറയാൻ പോകുന്ന വ്യക്തി അല്ലാതെ സൂത ഗോസ്വാമിയെ എന്ത് ചെയ്യുകയാണ്? പ്രകീർത്തിക്കുകയാണ്. സൂത അല്ലയോ സൂത ഗോസ്വാമി, മഹാഭാഗ,
യു ആർ ദ മോസ്റ്റ് ഫോർച്യുനേറ്റ്. മഹാഭാഗ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം നമുക്കറിയാം, ഭാഗ്യമുള്ളവനാണ്. എന്താണ് ഭാഗ്യം? ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കുന്നതാണ് ഭാഗ്യം. നമ്മുടെ എല്ലാ ദുർഭാഗ്യത്തിൻ്റെയും കാരണം എന്താണ്? അത് മറന്നു പോകുന്നതാണ്. അപ്പോൾ ആരാണ് ഭാഗ്യമുള്ളവർ? ഫോർച്യുനേറ്റ്. എന്താണ് ഫോർച്യൂൺ? ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഈശ്വരനും നമ്മളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ഗുഡ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയവരിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. മഹാഭാഗ, സുത മഹാഭാഗ. എന്താണ് പിന്നെ പറയുന്നത്? വദതാം വരഹ. പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരിൽ ഏറ്റവും അഗ്രഗണ്യനാണ് അങ്ങ്. കാരണം എന്താണ്? അങ്ങ് സംസാരിക്കുന്നത് സ്വന്തം ചിന്തകളോ അല്ലെങ്കിൽ മഥനം ചെയ്ത് മനസ്സിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളോ അല്ല. ഭഗവാനെ കുറിച്ച് ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഥാധീതം യഥാമതിഹിയാണ് പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞു. വദതാം വര. അതുകൊണ്ട് തന്നെ പിന്നെ എന്താണ് വേണ്ടത്? Please relate the pious message of Srimad Bhagavatam, which was spoken by the great and powerful sage Sukadeva Goswami. ഞങ്ങളോട് ആ സുഖദേവ ഗോസ്വാമി ശ്രീമദ് ഭാഗവതത്തിനെ സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് ഉപദേശിച്ചത്. സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് ഉപദേശിച്ചിരിക്കുന്ന ആ ഭാഗവതത്തിന്റെ മെസ്സേജിനെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ചോദ്യങ്ങളാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഹിസ്റ്ററി. കാരണം ഒരു കാര്യം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ ആരോടാണത് പറഞ്ഞത്, എങ്ങനെയാണത് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്ന് നമ്മൾക്ക് സംശയം ഉണ്ടാവുമല്ലോ. ശൗനക ഋഷിമാർക്ക് അല്ലെങ്കിൽ ശൗനകാദി ഋഷിമാർക്കും അതേ സംശയം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? സൂത ഗോസ്വാമിയോട് ഈ കാര്യമാണ് ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ശൗനക ഋഷിയോട് മൂന്നാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നു, ഭാഗവതത്തിന്റെ ഹിസ്റ്ററി എന്താണ് ഭാഗവതത്തിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്? കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാ കേന ഹേതുനാ കുതഃ സഞ്ചോതിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനിഃ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാ കേന ഹേതുനാ കുതഃ സഞ്ചോതിത കൃഷ്ണ കൃതവാൻ സംഹിതം മുനിഃ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാ കേന ഹേതുനാ കുതഃ സഞ്ചോതിത കൃഷ്ണ കൃതവാൻ സംഹിതാം മുനിഃ. എന്താ ചോദിക്കുന്നത് അവര്? ആദ്യം ഇത് തുടങ്ങിയത് ശ്രീമദ് ഭാഗവതം എന്താണ് ചോദിക്കുന്നത്? കസ്മിൻ യുഗേ, ഏത് യുഗത്തിലാണ്? പ്രവൃത്തേയം, തുടങ്ങിയത്. സ്ഥാനേവ, ഏത് സ്ഥലത്താണ്? കേന ഹേതുന, എന്തിനാണ്? കുതഹ, എവിടെ, എങ്ങനെയാണ്? സഞ്ചോദിത കൃഷ്ണ, ആരാണ് ഇതിനെ സഞ്ചോദിത, അതായത് പ്രചോദനം നൽകിയത്? ഏത് കൃഷ്ണന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്? ഇത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണന്റെ കാര്യമല്ല പറയുന്നത്, വേറൊരു കൃഷ്ണനാണ്. ആരാണ്? കൃഷ്ണദ്വൈപായന വ്യാസൻ. വ്യാസദേവൻ വന്നിട്ട് എന്താണ് വ്യാസദേവന് ശ്രീമദ് ഭാഗവതം എഴുതാനുണ്ടായ സംചോദിത പ്രചോദനം? കൃതവാൻ സംഹിതാം മുനിഹി, എന്ത് ചെയ്തു? കൃഷ്ണദ്വൈപായന വ്യാസൻ ഈ വൈദിക സാഹിത്യങ്ങളെ എല്ലാം വന്നിട്ട് കമ്പൈൽ ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാൻ എന്താണ് കാരണം? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം, കസ്മിൻ യുഗേ, ഏത് യുഗത്തില്? പ്രവൃത്തേയം, സ്ഥാനേ വാ, എവിടെയാണ്, ഏത് സ്ഥലത്താണ്? കേന ഹേതുന, എന്ത് കാരണം കൊണ്ടാണ്? കുതഹ സഞ്ചോദിത, ആരാണ് പ്രചോദനം നൽകിയത്? ആർക്ക്? കൃഷ്ണദ്വൈപായന വ്യാസന്. കൃതവാൻ സംഹിത മുനി, അങ്ങനെ പ്രചോദനം നൽകിയത് കൊണ്ടാണ് അദ്ദേഹം ഈ സംഹിത എല്ലാം എഴുതിയിരിക്കുന്നത്. ഇതാണ് ചോദ്യങ്ങൾ അല്ലേ? അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് എന്ത് ചോദിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ ശ്ലോകത്തിൽ അവർ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഈ ഒരു ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്തിരിക്കുന്ന എല്ലാവരും, ശ്രീമദ് ഭാഗവതത്തിനെ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും ദാമോദര മാസത്തിൽ ഭഗവാന്റെയും യശോദാ ദാമോദരൻ്റെയും രാധാ ദാമോദരൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്നും
ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. അടുത്ത ആഴ്ച നമ്മൾക്ക്